भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് 669 ദിവസത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ദശമസ്കന്ധത്തിലെ ഉത്തരാർത്ഥത്തിലെ 71 അധ്യായത്തിലെ 11 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ശ്രീശുബ്രഹ്മർഷി പറയുന്നു, ഉദ്ധവന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ഇത്യുദ്ധവ വചോരാജൻ സർവതോ ഭദ്രമച്യുതം ദേവർഷിർ യദുവൃദ്ധാശ്ച കൃഷ്ണശ്ച പ്രത്യപൂജയൻ. അല്ലയോ പരീക്ഷിതേ, ഹേ രാജാവേ, സർവതോ ഭദ്രം, എല്ലാം കൊണ്ടും ഭദ്രമായിരിക്കുന്ന, ശുഭത്തെ നൽകുന്ന, അച്യുതം, ആ ഫലത്തിൽ നിന്ന് തെറ്റാതിരിക്കുന്ന, ച്യുതിയില്ലാതിരിക്കുന്ന, ഇതി ഉദ്ധവവച, ഇങ്ങനെയുള്ള ഉദ്ധവന്റെ വാക്കിനെ ദേവർഷിയും യദുവൃദ്ധന്മാരും യാദവന്മാരിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആ വൃദ്ധന്മാരും കൃഷ്ണഹാച, കൃഷ്ണനും പ്രത്യപൂജയിൽ, അതിനെ പ്രതിപൂജിച്ചു, അതിനെ വേണ്ട പോലെ അംഗീകരിച്ചു എന്ന് പറയുന്നു. അപ്പൊ എല്ലാവരും ഉദ്ധവന്റെ വാക്കുകളെ അംഗീകരിച്ചു. യദുവൃദ്ധന്മാർ എന്ന് പറഞ്ഞപ്പോ യുദ്ധത്തിന്റെ അതിഭയങ്കരമായ ഫലത്തെ ആലോചിക്കാൻ കഴിവില്ലാത്ത ചില യാദവന്മാരിലെ ചെറുപ്പക്കാര്, അങ്ങനെ ആണല്ലോ അവരെടുത്തു ചാടും. അവരിപ്പോ യുദ്ധം ചെയ്ത് ജരാസന്ധനെ ഇല്ലാതെയാക്കണം എന്നാണ് അവരുടെ ഒരു അഭിപ്രായം. ഏതായാലും ഉദ്ധവനെ പോലെയുള്ള രാജനീതി മർമ്മജ്ഞനായിരിക്കുന്ന ഒരു മന്ത്രി, ഇങ്ങനെയുള്ള ഒരു മന്ത്രിയാണ് രാജാവിനുണ്ടാവേണ്ടത് എന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എടുത്തുചാട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. കേൾക്കുന്നതിന് മുമ്പേ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുക, അത് പാടില്ല. കാള പ്രസവിക്കുവോ എന്നുള്ളത് ആലോചിക്കാതെയാണ് കാള പറ്റൂ എന്ന് കേട്ടപ്പോ കയറെടുത്തത് എന്നാണ്. ഇതേപോലെ ആലോചന ബുദ്ധിയില്ലാതെ പെരുമാറരുത് എന്ന് ഭാഗവതം കാണിക്കുകയാണ്. നോക്കൂ, ആരെയും ദ്രോഹിക്കാതെ തന്നെ കാര്യം നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഭരണതലത്തിലുള്ള ആളുകളെ നിഷ്ക്രിയരാക്കാതെ
എല്ലാവർക്കും ലോകത്തിന് മുഴുവൻ ഗുണകരമായ തീരുമാനങ്ങൾ എടുക്കാൻ അത് എങ്ങനെ വേണം, അത് ശ്രീകൃഷ്ണന് പറയാവുന്നതേ ഉള്ളൂ. എങ്കിലും തൻ്റെ മന്ത്രിയായ ഉദ്ധവനിലൂടെ ലോകത്തിന് പറഞ്ഞുകൊടുത്തു, അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തു. അധാദിശൽ പ്രയാണായ ഭഗവാൻ ദേവകീസുത ഭൃത്യാൻ ദാരുകജൈത്രാദീൻ അനുജ്ഞാപ്യ ഗുരുൻ വിഭു ഭഗവാൻ ദേവകീസുത. സമർത്ഥനായ ആ ഭഗവാൻ, എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ നടത്താൻ കഴിവുള്ള ആ ശ്രീകൃഷ്ണൻ ദേവകീസുതൻ ദാരുകജൈത്രാദീൻ, ദാരുകൻ, ജൈത്രൻ തുടങ്ങിയ ഭൃത്യന്മാരെ പ്രയാണായ ആദിശൽ, പുറപ്പെടാനായിട്ടുള്ള ആ നിർദ്ദേശം അവിടെ കൊടുത്തു എന്നാണ്. ഗുരുൻ അനുജ്ഞാപ്യ, ഇതെങ്ങനെയാ ചെയ്തത്? തൻ്റെ ഗുരുനാഥന്മാരോട് വേണ്ട പോലെ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ അച്ഛനമ്മമാരോട് ചോദിച്ചിട്ട്. അങ്ങനെയാണ് വേണ്ടത്. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അവരുടെ അടുത്ത് ചെന്ന് അവരുടെ സമ്മതം വാങ്ങിയിട്ട് വേണം തരത്തിൽ പ്രവർത്തിക്കാൻ. ഭഗവാനാണ്, ഈശ്വരൻ തന്നെയാണ്, നിയന്താവാണ് ഈ ലോകത്തിൻ്റെ. എന്നിട്ടും ഭഗവാൻ കാണിച്ചു തരികയാണ് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്ന് കാണിക്കുന്നു. അങ്ങനെ നിർഗമയ്യാവരോധാൻ സ്വാൻ സസുസുതാൻ സപരിച്ഛതാൻ സംഘർഷണമനുജ്ഞാപ്യ യദുരാജം ച ശത്രുഹൻ, ശത്രുക്കളെ ഹനിക്കുന്ന രാജാവേ, ഹേ പരീക്ഷിത്തേ, സ്വാൻ അവരോധാൻ, സ്വന്തം പത്നിമാരെ, സസുതാൻ, തൻ്റെ മക്കളോടുകൂടി, സപരിച്ഛതാൻ, അവരുടെ ഭാര്യമാരോടുകൂടി, നിർഗമയ്യ, പുറപ്പെടുവിച്ചു. എല്ലാവരും പോണം, നമുക്ക് രാജസൂയത്തിന് പോകണം എന്ന് സംഘർഷണം ബലരാമനോടും യദുരാജാവിനോടും അനുജ്ഞ വാങ്ങിയിട്ട് അവർക്കൊക്കെ നിർദ്ദേശം കൊടുത്തു. അച്ഛനമ്മമാരോട് ചോദിച്ചു. ഇപ്പോൾ രാജാവായ തൻ്റെ മാതാമഹനായ ഉഗ്രസേനനോടും തൻ്റെ ഭ്രാതാവായ സംഘർഷണനോടും ബലരാമനോടും ചോദിച്ചിട്ട് അവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. സൂതോപനീതം സ്വരഥമാരുഹൽ ഗരുഡധ്വജം, ഗരുഡനാകുന്ന കൊടിയടയാളത്തോടുകൂടിയ തൻ്റെ സ്വരഥം ആരുഹൽ, അതിലേക്ക് കയറി. ആരാ ഇത് കൊണ്ടുവന്നത്? സൂതോപനീതം, സൂതൻ, ആ ദാരുകൻ കൊണ്ടുവന്ന രഥത്തിലേക്ക് ഭഗവാൻ കയറി. തതോ രഥദ്വിപഭടസാദിനായകൈകരാളയാ പരിവൃത ആത്മസേനയാ മൃദംഗഭേദ്യാനകശംഖഗോമുഖൈ പ്രഘോഷഘോഷിത് കകുഭോ നിരാക്രമൽ. തഥാ രഥദ്വിപഭടസാദിനായകൈ, അതിനുശേഷം തേരിൻ്റെ പട, രഥം, ദ്വിപ എന്ന് വെച്ചാൽ ആനയുടെ പട, കാലാൾപ്പട, കുതിരപ്പട, ഇങ്ങനെ ഇതിൻ്റെ നായകന്മാര് അവരാലും കരാളയ, തീവ്രമായിരിക്കുന്ന തൻ്റെ ആത്മസേനയാ, തൻ്റെ സൈന്യത്തോടും പരിവൃത, ചുറ്റപ്പെട്ടവനായി, മൃദംഗഭേരി ആനക ശംഖ ഗോമുഖൈ, മൃദംഗം, ഭേരി, ആനകം, ശംഖം, ഗോമുഖം തുടങ്ങിയ വാദ്യങ്ങൾ, അതിൻ്റെ പ്രഘോഷഘോഷിത് കകുഭ, അതിൻ്റെ ആ ശബ്ദം കൊണ്ട് ആ ആകാശം, സകല ദിക്കുകളും അതിൻ്റെ ശബ്ദം കേട്ടു എന്നാണ്. അങ്ങനെ ശ്രീകൃഷ്ണൻ നിരാക്രമൽ അവിടുന്ന് പുറപ്പെട്ടു. തേരിൻ്റെ പടയുണ്ട്, ആനയുടെ പടയുണ്ട്, കാലാൾപ്പട, കുതിരപ്പട, അതിൻ്റെ സൈന്യം, അതിൻ്റെ സേനാനായകന്മാര്, അവരൊക്കെ ശ്രീകൃഷ്ണന് ചുറ്റും വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി ആനന്ദത്തോടുകൂടി, ആഘോഷത്തോടുകൂടി ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു. നിർവാചി കാഞ്ചന ശിബികാഭിരച്യുതം സഹാത്മജ പതിമനു സുവ്രതായയോ വരാംബരാഭരണ വിലേപനസ്രജാ സുസംവൃത നൃഭിരസി ചർമ്മപാണിഭി, അസി ചർമ്മപാണിഭി, വാളും പരിചയും കയ്യിൽ പിടിച്ചിട്ടുള്ള, അസി എന്ന് പറഞ്ഞാൽ വാള്, ചർമ്മം എന്ന് പറഞ്ഞാൽ പരിച, ഇത് രണ്ടും കയ്യിൽ പിടിച്ചിട്ടുള്ള മനുഷ്യരാൽ സുസംവൃത, ഏറ്റവും ചുറ്റപ്പെട്ടവനായി, വരാംബരാഭരണ വിലേപനസ്രജ, വിശേഷമായിട്ടുള്ള ശ്രേഷ്ഠമായ അംബരം, വസ്ത്രം, ആഭരണങ്ങൾ, അംഗരാഗങ്ങൾ, ആ കുറിക്കൂട്ടുകള്, മാലകൾ, ഇതോടുകൂടി സഹാത്മജ, തൻ്റെ മക്കളോടുകൂടിയിരിക്കുന്ന സുവ്രത, പതിവ്രതകൾ, ധ്രുവാജി കാഞ്ചന ശിപികാഭി, മനുഷ്യർ വഹിക്കുന്ന
സ്വർണ പല്ലക്കുകളോടുകൂടി പതിം അച്യുതം അനുയയു. പതിയായ അച്യുതനെ, ആ ച്യുതിയില്ലാത്ത ഭഗവാനെ ശ്രീകൃഷ്ണനെ അവരെ അനുയാത്ര ചെയ്തു എന്നാണ്. ഇങ്ങനെ മക്കളോടൊക്കെ കൂടി ഭഗവാന്റെ പത്നിമാര് ഡോളി, അതേപോലെ പല്ലക്ക്, മഞ്ചൽ തുടങ്ങിയവയിലൊക്കെ ഇരുന്നിട്ടാണ് അവര് ഭഗവാൻ ഗരുഡന്റെ അടയാളത്തോട് കൂടിയിട്ടുള്ള കൊടിയോട് കൂടിയിട്ടുള്ള തൻ്റെ രഥത്തില് പുറപ്പെടുന്നു. അതിന് പിന്നിലായിട്ട് പല്ലക്കിലും മഞ്ചലിലും ഒക്കെ ആയിട്ട് കൃഷ്ണപത്നിമാര്. നരോഷ്ട്രഗോമഹിഷഘരാശ്ചതര്യന കരേണുഭി പരിജനവാരയോഷിത സ്വലങ്കൃത കടകുടികമ്പളാംബരാദ്യുപസ്കര യൈരുധയജ്യ സർവത. സ്വലങ്കൃത, നല്ല പോലെ അലങ്കരിക്കപ്പെട്ട, പരിജനവാരയോഷിത, ദാസികളും വാരസ്ത്രീകളും, കടകുടികമ്പളാംബരദ്യുപസ്കര, തൃണം കൊണ്ടുണ്ടാക്കിയ കുടീരങ്ങൾ, കമ്പളങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയോടുകൂടി സർവതാ അധിയുജ്യ, സർവഭാഗങ്ങളിൽ നിന്നും ആ ബന്ധിച്ചിട്ട് നരോഷ്ട്രഗോമഹിഷഘരാശ്വതര്യന കരേണുഭി, മനുഷ്യർ, അതേപോലെ ആ ഒട്ടകങ്ങള്, കാളകള്, മഹിഷം, പോത്തുകള്, കഴുതകള്, കോവർ കഴുതകള്, ശകടങ്ങള്, പിടിയാനകൾ, ഇതിനോടൊക്കെ കൂടി യാത്ര ചെയ്തു. ഈ മൃഗങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് അവിടേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ മൃഗങ്ങളുടെ മുകളിൽ വെച്ച് കെട്ടി മനുഷ്യരെടുത്ത് നടക്കുന്ന വാഹനങ്ങളിലും ഒട്ടകങ്ങളിലും ഒക്കെ വളരെ മോടിയായിട്ട് വളരെ ആഘോഷത്തോടുകൂടി അവര് പുറപ്പെട്ടു. ബലം ബൃഹധ്വജ പടഛത്രചാമരൈർവരായുധാഭരണ കിരീടവർമ്മഭി ദിവാംശുഭിസ്തുമുലരവം ബഭൗരവേർയധാർണവ ക്ഷുഭിത തിമിംഗിലോർമിഭി. ഇങ്ങനെയായിരുന്നു ശ്രീകൃഷ്ണന്റെ കൂടെയുള്ള സൈന്യത്തിൻ്റെ പ്രത്യേകത. സൂര്യന്റെ പകൽ സമയത്തെ ആ ശോഭ കൊണ്ട് രവേ ദിവാംശുഭി ക്ഷുഭിത തിമിംഗിലോർമിഭി, ക്ഷോഭിച്ച തിമിംഗിലങ്ങളുടെ ചലനത്തോടുണ്ടാകുന്ന തിരമാലകൾ കൊണ്ട് അർണവഹ യഥ, സമുദ്രം എന്നതുപോലെ, ബൃഹധ്വജ പടഛത്രചാമരേ, വളരെ വലിയ പതാകകൾ, ഛത്രങ്ങൾ, ചാമരങ്ങൾ, ഇതുകൊണ്ടൊക്കെ വരായുധ ആഭരണ കിരീടവർമ്മഭി, ശ്രേഷ്ഠമായിട്ടുള്ള ആയുധങ്ങൾ, ആഭരണങ്ങൾ, കിരീടങ്ങൾ, കവചങ്ങൾ എന്നിവയോടുകൂടിയ ആ ബലം, സൈന്യം, തുമുലരവം, ഭയങ്കരമായ ശബ്ദത്തോടുകൂടി ശോഭിച്ചു എന്നാണ്. ശ്രീകൃഷ്ണന്റെ സൈന്യത്തെക്കുറിച്ച് പറയുകയാണ്. കുടകളുണ്ട്, വെഞ്ചാമരമുണ്ട്, അതേപോലെ കൊടിക്കൂറകളുണ്ട്, ഇതിങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നു. അതുകൊണ്ട് എന്തായി, ആ പകൽ സമയത്ത് സൂര്യകിരണം കൊണ്ട് ക്ഷോഭിച്ച തിമിംഗിലങ്ങൾ കൊണ്ട് സമുദ്രത്തിലെ തിരമാലകൾ എങ്ങനെയാ വരിക, അതേപോലെ ഉച്ചമായി ശബ്ദിച്ചും കൊണ്ട് ആ സൈന്യം ഭഗവാന്റെ പിന്നാലെ. അധോ മുനിർയദുപതിനാ സഭാജിത പ്രണമ്യതം ഹൃദി വിദധദ്വിഹായസ നിശമ്യ തദ്വ്യവസിതമാഹൃദാർഹണോ മുകുന്ദ സന്ദർശന നിർവൃതേന്ദ്രിയ. അധ യദുപതിനാ സഭാജിത മുനി, അതിനുശേഷം ശ്രീകൃഷ്ണനാൽ സൽക്കരിക്കപ്പെട്ട ആ മുനി, തദ്വ്യവസിതം, ആ പരിശ്രമത്തെ കേട്ടിട്ട്, ആഹൃദാർഹണ, ആഹരിക്കപ്പെട്ട പൂജയോടുകൂടി, തം പ്രണമ്യ, ആ ഭഗവാനെ നമസ്കരിച്ച്, മുകുന്ദ സന്ദർശന നിർവൃതേന്ദ്രിയ, മുകുന്ദന്റെ സന്ദർശനം കൊണ്ട് സുഖം നിറഞ്ഞ ഇന്ദ്രിയങ്ങളോടുകൂടി, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സുമൊക്കെ സ്വസ്ഥമായി ശാന്തമായി സുഖമുള്ളതായി, ഹൃദി തം വിദധൽ, ഹൃദയത്തിൽ ആ ഭഗവാനെ തന്നെ ധ്യാനിക്കുന്നവനായിട്ട്, വിഹായസ യയോ, ഭഗവാൻ കരയിലൂടെ പോകുമ്പോൾ അവിടെ ആ ഭഗവത് ഭക്തനായ നാരദ മഹർഷി ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ്. ശ്രീകൃഷ്ണന്റെ രാജസൂയത്തിനുള്ള ആ പുറപ്പാടും ആഘോഷവും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തപ്പോൾ വലിയ സന്തോഷമായി നാരദ മഹർഷിക്ക്. ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തെ കണ്ടതോടുകൂടി എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ആനന്ദമായി. അങ്ങനെ പരമാനന്ദം അനുഭവിച്ചും കൊണ്ട് ഇനിയും ആ ആനന്ദം ഉണ്ടാവണം. അതിനെന്ത് വേണം?
ആ സ്വരൂപം, ആനന്ദസ്വരൂപന്റെ ആ ദിവ്യമായ വിഗ്രഹം തൻ്റെ ഹൃദയത്തിൽ മിന്നിത്തിടങ്ങണം. ആ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ചും കൊണ്ട് ആകാശത്തൂടി അവിടുന്ന് യാത്രയായി. രാജദൂതമുവാചേദം ഭഗവാൻ പ്രീണയൻ ഗിരാ മാ ഭൈഷ്ടദൂത ഭദ്രം വോ ഘാതയിഷ്യാമി മാഗധം. ദൂതന് പിന്നെ വാക്ക് കൊടുത്തു. എന്താ? ഭഗവാൻ രാജദൂതനെ ആ മഗധയുടെ തടവറയിൽ കിടക്കുന്ന രാജാക്കന്മാരുടെ പ്രതിനിധിയായി വന്ന ദൂതനോട് പറഞ്ഞു, ഒട്ടും തന്നെ ഭയപ്പെടേണ്ട. ദൂത മാ ഭൈഷ്ട, ദൂത നീയെ ഭയപ്പെടേ വേണ്ട. വാ മംഗളം, ആ ഭദ്രം, നിങ്ങൾക്ക് മംഗളം ഉണ്ടാവട്ടെ, എല്ലാം വേണ്ട പോലെ ആവട്ടെ. മാഗധം ഘാതയിഷ്യാമി, ആ മഗധയുടെ രാജാവായിരിക്കുന്ന ചക്രവർത്തിയായിരിക്കുന്ന ജരാസന്ധനെ, മാഗധനെ മാധവനായ ഞാൻ കൊല്ലിക്കും, അവനെ ഇല്ലാതെയാക്കും. ജരാസന്ധനെ കൊല്ലിപ്പിച്ചോളാം എന്നാണ്, ഞാൻ കൊന്നോളാം എന്നല്ല, കൊല്ലിപ്പിക്കുകയാണ് എന്ന് അവിടെ ഭഗവാൻ പറഞ്ഞു. ജരാസന്ധനെ ഉടനെ ഹനിപ്പിച്ചു കൊള്ളാം എന്നാണ് ഭഗവാന്റെ വാക്ക്. ഇത്യുക്ത പ്രസ്ഥിതോ ദൂത യഥാവതവദം നൃപാൻ തേപി സന്ദർശനം ശൗരേ പ്രത്യക്ഷൻ യന്മുമുക്ഷവ. ഇങ്ങനെ പറയപ്പെട്ട ദൂതൻ പ്രസ്ഥിത അവിടുന്ന് പോയി. നൃപാൻ യഥാവത്, ആ രാജാക്കന്മാരോട് വേണ്ടതുപോലെ അവതത്, അത് പറയുകയും ചെയ്തു. യൻ മുമുക്ഷവ, ആരിൽ നിന്നാണോ മോചിക്കാൻ ഇച്ഛയോടുകൂടിയ അവർ ആ ശൗരിയുടെ, ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ സന്ദർശനത്തെ പ്രതീക്ഷിച്ചേയിരുന്നു. ജരാസന്ധൻ ബന്ധിച്ചേക്കാണ്. അതിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന അവര് ഭഗവാന്റെ ദർശനം, ഭഗവത് സന്ദർശനം ആഗ്രഹിച്ചുകൊണ്ടേ ഇരുന്നു. അപ്പൊ ഭഗവാന്റെ സ്വരൂപം കാണുമ്പോഴാണ് നമുക്ക് ബന്ധങ്ങളൊക്കെ ഇല്ലാതെയാവുക. ഇവരും ഭൗതികമായി ബന്ധനത്തിലാണ്, അതേപോലെ തന്നെ അവർ ആത്മീയമായും ബന്ധനത്തിലാണ്. ഈ ബന്ധനങ്ങളിൽ നിന്നൊക്കെ മോചനം ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? ഭക്തബന്ധുവായ ഭഗവാനെ കാണാറാവണം. അങ്ങനെ അവര് ഭഗവാനെ കാണാനായിട്ട് മോഹിച്ചും കൊണ്ട് അവിടെ ഇരിക്കുന്നു. ആനർത്ത സൗവീരമരും സ്ഥീർത്വാ വിനശനം ഹരി ഗിരിനദീരതീയായ പുരഗ്രാമവ്രജാകരാൻ. ആനർത്ത സൗവീരമരുക്കളെയൊക്കെ കടന്നിട്ട് തീർത്തുവ ഹരി ശ്രീകൃഷ്ണൻ വിനശനം ഗിരീൻ, കുരുക്ഷേത്രത്തെയും മലകളെയും നദികളെയും, പുരഗ്രാമ വ്രജാകരാൻ, പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, വ്രജങ്ങൾ, ആകരങ്ങൾ ഇവയും ഒക്കെ അതിക്രമിച്ചു. ഇതൊക്കെ കടന്നുപോയി എന്നാണ്. ആനർത്ഥം സൗവീരം തുടങ്ങിയ രാജ്യങ്ങള്, മരുപ്രദേശങ്ങൾ ഒക്കെ കടന്ന് കുരുക്ഷേത്രത്തിലെത്തി. അവിടെ നിന്ന് പുറപ്പെട്ടു. പർവ്വതങ്ങളും നദികളും പട്ടണങ്ങളും ഗ്രാമങ്ങളും സ്വർണം തുടങ്ങിയ ലോഹങ്ങൾ എടുക്കുന്ന ഖനികളും ഇതൊക്കെ കടന്ന് ഭഗവാൻ യാത്ര ആവുകയാണ്. തതോ ദൃഷദ്വതിം തീർത്വാ മുകുന്ദോധ സരസ്വതിം പഞ്ചാലാനധ മത്സ്യാംശ്ച ശക്രപ്രസ്ഥമധാഗമൽ. അവിടെ നിന്ന് ശക്രൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ദ്രൻ. ശക്രപ്രസ്ഥം എന്ന് പറഞ്ഞാൽ ഇന്ദ്രപ്രസ്ഥം. ഇവിടെ പാണ്ഡവന്മാരുടെ സ്ഥലം. അപ്പൊ അവിടെ നിന്ന് ദൃഷദ്വതി നദിയെയും സരസ്വതി നദിയെയും കടന്നു മുകുന്ദൻ. പഞ്ചാലാൻ മത്സ്യാൻ, പഞ്ചാല ദേശങ്ങളെയും അതേപോലെ മത്സ്യ രാജ്യങ്ങളെയും ഒക്കെ കടന്ന് ശക്രപ്രസ്ഥം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അഗമത് അവിടേക്ക് എത്തിച്ചേർന്നു. തമുപാഗതമാകർണ്യ പ്രീതോ ദുർദർശനം നൃണാം അജാതശത്രുർനിരഗാൽ സോപാധ്യായ സുഹൃവൃത നൃണാം ദുർദർശനം തം. സാധാരണ മനുഷ്യർക്ക് കാണാൻ സാധിക്കാത്ത ആ ഭഗവാനെ തം ഉപാഗതം ആകർണ്യ, തൻ്റെ അടുത്തേക്ക് വന്നിരിക്കണു എന്ന് കേട്ടിട്ട് പ്രീതഃ അജാതശത്രു, വളരെ സന്തോഷിച്ച് അജാതശത്രുവായിരിക്കുന്ന ആ ധർമ്മപുത്ര മഹാരാജാവ് സോപാധ്യായ, ഉപാധ്യായനോടുകൂടി സുഹൃവൃത, സുഹൃത്തുക്കളാൽ ചുറ്റപ്പെട്ട്
നിരഗാത് ഭഗവാന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. ശ്രീകൃഷ്ണനെ എല്ലാവർക്കും കാണാൻ സാധിക്കില്ല. ഭഗവാനെ കാണണമെങ്കിൽ ഭഗവാന്റെ അനൽപമായ കാരുണ്യം ഉണ്ടാവണം. ആ അനുഗ്രഹമുള്ള ആളുകൾക്ക് മാത്രമേ ഭഗവാനെ കാണാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ഭാഗ്യമുള്ള ആളാണ് ധർമ്മപുത്ര മഹാരാജാവ്. ഭഗവാൻ വന്നിരിക്കണു, തൻ്റെ അടുത്തേക്ക് ഭഗവാൻ വന്നിരിക്കണു എന്ന് മനസ്സിലായപ്പോൾ ധർമ്മപുത്രർ വളരെ സന്തോഷിച്ചു എന്നാണ്. എന്നിട്ട് എതിരേറ്റു കൂട്ടിക്കൊണ്ടുവരണം അവിടുന്ന്. ബന്ധുക്കളോടും സ്നേഹിതന്മാരോടും ഉപാധ്യായനോടും കൂടി അവിടുന്ന് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. ഗീതവാദിത്രഘോഷേണ ബ്രഹ്മഘോഷേണ ഭൂയസ അഭ്യയാൽ സഹൃഷീകേശം പ്രാണമിവാദൃത. ഗീതവാദിത്രഘോഷേണ, ഗീതം പാട്ട്, വാദ്യം, ഇതിൻ്റെ ഘോഷം, അങ്ങനെ അതേപോലെ തന്നെ ബ്രഹ്മഘോഷേണ വേദഘോഷങ്ങൾ, ഭൂയസ ബ്രഹ്മഘോഷേണ ഉയർന്നു കേൾക്കുന്ന ആ വേദ സ്തുതികളോടൊക്കെ കൂടി സ യുധിഷ്ഠിരൻ പ്രാണം ഇവ ഉപപ്രാണങ്ങൾ മുഖ്യപ്രാണനെ എന്നതുപോലെ ആദൃത ആദരവുള്ളവനായി ഹൃഷീകേശം അഭ്യയാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയപ്പെടാൻ കഴിയാത്ത ശ്രീകൃഷ്ണനെ എതിരേറ്റ് അവിടുന്ന് തിരിച്ച് കൊണ്ടുവരികയാണ്. പാട്ട്, വേദ അധ്യയനം, അതേപോലെ വാദ്യങ്ങള്, അങ്ങനെ ഭഗവാനെ സന്തോഷപൂർവം സ്വീകരിക്കുന്നു. ദൃഷ്ട്വാ വിക്ലിന്ന ഹൃദയ കൃഷ്ണം സ്നേഹേന പാണ്ഡവ ചിരാൽ ദൃഷ്ടം പ്രിയതമം സസ്വജേധ പുനഃ. ആ ധർമ്മപുത്രര് ഭഗവാനെ ആലിംഗനം ചെയ്തു എന്നാണ്. ചിരാത് ദൃഷ്ടം പ്രിയതമം കൃഷ്ണം, വളരെ കാലമായി കാണാതെ ഇരുന്ന, ഇപ്പോ കുറെ കാലമായിട്ട് കണ്ടില്ല, ഇപ്പോ കണ്ടു. അങ്ങനെയുള്ള പ്രിയതമം കൃഷ്ണം, വളരെ പ്രിയപ്പെട്ട ശ്രീകൃഷ്ണനെ ദൃഷ്ടുവ കണ്ടിട്ട് സ്നേഹേന വിക്ലിന്ന ഹൃദയം, സ്നേഹം കൊണ്ട് ആർദ്രമായ ഹൃദയത്തോടു കൂടിയ ആ പാണ്ഡവൻ, പാണ്ഡുപുത്രനായിരിക്കുന്ന ധർമ്മപുത്രര് അഥാ പിന്നീട് പുനഃ സസ്വജേ ഭഗവാനെ വീണ്ടും 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 ആലിംഗനം ചെയ്തു, തൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ്. ആ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്നിപ്പോ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം,
നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ
കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.